ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു മേക്കപ്പ് സെക്ഷനാണ്. ഞാൻ ഇതിനു മുമ്പത്തെ എൻ്റെ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം മേക്കപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം. ബിക്കോസ് മേക്കപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ വ്ളോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ 2 തവണ മേക്കപ്പിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു 3 വർഷം മുമ്പേ അത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയോ കൊണ്ട് പൗഡറും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു നോ മേക്കപ്പ് ലുക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണ അമ്മയുടെ സാധനങ്ങളൊക്കെ എടുത്ത് പരീക്ഷിച്ച് ചിറ്റി പോയതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുതിയ 2 പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് സുമയുടെ ഒറിജിനൽ വൈഫ്, അതായത് റാഫിയുടെ ഭാര്യ മഹീന ആണ് ഇത് സജസ്റ്റ് ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ ഈ NYPയുടെ നൈക്കയെന്ന് വാങ്ങിച്ചൊരു 3-in-1 ഇതിൻ്റെ തേഞ്ഞ് മഞ്ഞ് പോയി ഒരു പ്രൈമറും ഫൗണ്ടേഷനും സിറവും കൂടെ ഉള്ള ഒരു ഇതാണ്. ഇത് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും. അപ്പം ഇതും കൂടെ കൺസീലറും ഫിക്സിങ് പൗഡറും ഒക്കെ കൂടെ ലൂസ് പൗഡറും ഒക്കെ കൂടെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇട്ടിട്ട് നോക്കാം. ഇപ്പം ഞാൻ സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കിൻ കെയർ അത്യാവശ്യം ചെയ്യും. ലൈക്ക് അത് പ്രത്യേകിച്ച് മെനക്കേടില്ല എന്നല്ല, എന്നാലും എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ലിപ് ബാമും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി കൺസീലർ മെബലിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞ മെബലിൻ്റെ കൺസീലറാണ്. ഇതിനകത്ത് നമ്പറൊന്നും കാണുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇതാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കൺസീലറാണ് പുതിയത് വാങ്ങിച്ചത്. ഞാനപ്പം ഇതാദ്യം ഇട്ട് തുടങ്ങാം. ഇതിനകത്തൊരു കോമഡി ഉണ്ട്. ഞാൻ ആദ്യം ഞാൻ നിങ്ങളെ മേക്കപ്പ് കാണിച്ചു കഴിഞ്ഞ് കൺസീലർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇട്ടു. ഇത് രണ്ടും ഇട്ടപ്പോൾ ഇട്ട വീഡിയോ എടുത്തു, പക്ഷെ പെട്ടെന്ന് ഫോൺ ഓഫായി പോയി. പിന്നെ അത് വീഡിയോ വന്നില്ല. സോ ഞാൻ അത് കൺസീലർ ഇട്ടിട്ടുണ്ട്. ഇത് മെബലിൻ്റെ 40 ഇതാണ് ഇട്ടത്. ഓക്കെ, ഇനി മെബലിൻ്റെ തന്നെ ഫിറ്റ് മീ ലൂസ് ഫിനിഷിംഗ് പൗഡർ. ഞാൻ കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പോയപ്പോൾ വാങ്ങിച്ചു. എന്തോ ഇതിനുണ്ട് കേട്ടോ ഷെയ്ഡൊക്കെ. 30 മീഡിയം ഡീപ്പ് അയോൺ ഫഷ് ഏതൊക്കെ ഡിസ്ക്രിപ്ഷൻ. ഈ മറുകൊക്കെ വേണേൽ കൺസീലർ വെച്ചാക്കല്ലേ. നെക്സ്റ്റ് ഇനി നമുക്ക് പിരിയം. അതിന് ഞാൻ ഏതെങ്കിലും ഒരു, ഇതിന് പേര് പോലും ഇല്ല, ഒരു കാജൽ. പിന്നെ നമ്മുടെ പിരിയം മെയിനാക്കുന്ന ബർസിലെ ഇത് തേഞ്ഞ് മഞ്ഞ് പോയി. ഇത് ഏതോ ഒരെണ്ണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, കുറേ ആയി. ഏതെന്ന് എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോലും അറിഞ്ഞുകൂടാ, അതാണ് സത്യം. കണ്ണെഴുതണം.
ഇത് സുഡിയോ എന്ന് വാങ്ങിച്ച ഷിമ്മർ ലൈനർ 99. ഇത് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ച അത്ലാഷ് കളറാണ്. ദൂരെന്നൊക്കെ നോക്കുമ്പോൾ സെറ്റായിട്ടുണ്ടല്ലേ. ഇനി ബ്ലഷ്. ഇത് ഫേസസ് കാനഡയുടെ ബെറി ബ്ലഷ്. ഡോട്ട് ആൻഡ് കീയുടെ ഒരു ടിൻഡഡ് ലിപ്പ് ഗ്ലോസ് ബോസ്. ഇതിനകത്ത് വൈറ്റമിൻ സിയും ഇയും സൺസ്ക്രീനും ഉണ്ട്. ദിസ് ഐ വിൽ യൂസ്. അറിയാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്ററും കൂടി ഇട്ടാൽ പരിപാടി കഴിഞ്ഞു. ഹൈലൈറ്ററും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏതോ ഒരു ഹൈലൈറ്റർ വാങ്ങിച്ചതാണ്. ഇതിനകത്ത് 4 ഷെയ്ഡാണ്. ഞാൻ നോർമൽ ഇങ്ങനെ എങ്ങാക്കിയിട്ട് ഇങ്ങനെ തട്ടും. എൻ്റെ ഫ്രണ്ട് പഠിച്ചപ്പോൾ ഈ ഹൈലൈറ്റർ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരിയാണ് പഠിച്ചത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കൊള്ളാമല്ലേ? വലിയ പരീക്ഷണങ്ങളാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ലിപ്പ് കുറച്ചുകൂടെ ഡാർക്കാക്കിയാൽ നല്ലതായിരിക്കും അല്ലേ? പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ടാറ്റാ.